കൈനറ്റിക്സ് ആൻഡ് കറ്റാലിസിസ് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കറ്റാലിസിസും അതോടൊപ്പം തന്നെ കൈനറ്റിക്സും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കൈനറ്റിക്സും കറ്റാലിസിസും കൂട്ടിച്ചേർത്തിട്ടാണ്. ബേസിക്കലി നമ്മൾ അഡ്സോർപ്ഷൻ ആൻഡ് കറ്റാലിസിസ് എന്നുള്ള പേരിലാണ് ഈ ഒരു പാഠഭാഗം ഉണ്ടാക്കുക, ഡിസ്കസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഇൻഡസ്ട്രിയൽ കറ്റാലിസിസിലെ രണ്ടാമത്തെ മൊഡ്യൂളാണിത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ ടേം ഇതാണ്. എന്താണ് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ? ബേസിക്കലി നമുക്കറിയാം, റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു കെമിക്കൽ റിയാക്ഷന്റെയും റേറ്റ് എന്ന് പറയുന്നത് ഡിക്രീസിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ increasing the concentration of product per unit time, we can be said as rate of adsorption. ഏതൊരു കെമിക്കൽ റിയാക്ഷനകത്തും റിയാക്ടന്റിന്റെ എമൗണ്ട് കുറയുന്നതിനെയോ പ്രോഡക്റ്റിന്റെ എമൗണ്ട് കൂടുന്നതിനെയോ ഒരു യൂണിറ്റ് ടൈമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. റെഡി? ധാരാളം കൈനറ്റിക് പ്രോസസ്സുകൾ വഴി നമുക്ക് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഉണ്ടാക്കാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും പറ്റും. എത്രത്തോളമാണ് ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് റിയാക്ടന്റ് അഡ്സോർബ് ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മൾ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ കൊണ്ട് എന്താക്കുന്നത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എത്രത്തോളം എന്താ പറയുക സബ്സ്റ്റൻസുകളാണ് ഒരു സർഫസിൽ അഡ്സോർബ് ചെയ്തിരിക്കുന്നത്, എത്രത്തോളം സബ്സ്റ്റൻസുകളാണ് ഒരു സർഫസിൽ അഡ്സോർബ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ എന്താക്കുന്നത് കണ്ടുപിടിക്കുന്നത്. ഒരുപാട് കൈനറ്റിക് പ്രോസസ്സുകൾ വഴി നമുക്ക് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്താക്കാം കണ്ടുപിടിക്കാം. ബേസിക്കലി one of the most important method is the rate of adsorption we can be expressing in terms of partial pressure. പാർഷ്യൽ പ്രഷറിന്റെ ടേംസിൽ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ നമ്മൾ എന്താക്കാറുണ്ട്, എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇസ് ഈക്വൽ ടു KPX എന്നാണ് നമ്മൾ എന്താക്കുക എഴുതുക കേട്ടോ. റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇസ് ഈക്വൽ ടു KPX, താഴെയല്ല മുകളിലാണ് കേട്ടോ. KPX എന്നാണ് നമ്മൾ എന്താക്കുക എഴുതുക. ഇതില് K എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ആണ്, P എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ആണ്, അതിൽ X എന്ന് പറഞ്ഞാൽ എന്താണ് കൈനറ്റിക് ഓർഡർ ആണ്. റെഡി? ഇതാണ് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രൂപം. ഇനി മറ്റൊന്ന് ഇതാണ്, if the rate of adsorption we can be expressing in terms of our Arrhenius equation. നമ്മൾ അറീനിയസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് കരുതുക. അങ്ങനെ അറീനിയസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇസ് ഈക്വൽ ടു A exponential minus EA by RT into PX എന്നുണ്ടാവും വരും. റെഡി? റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന മറ്റൊരു രൂപം ഇതാണ്. റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇസ് ഈക്വൽ ടു A into exponential minus EA by RT into PX. ഇതിൽ A എന്ന് പറയുന്നത് അറീനിയസ് പാരാമീറ്റർ ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയും പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന്. ഇനി EA എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി ആണ്, R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്, P എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ആണ്, X എന്ന് പറഞ്ഞാൽ അതിന്റെ കൈനറ്റിക് ഓർഡർ ആണ്. റെഡി? ഇനി ഏതൊരു റേറ്റ് ഓഫ് അഡ്സോർപ്ഷനും ഗവേൺ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടർ ഇതാണ്. ദിസ് ഈസ് ദ റേറ്റ് ഓഫ് arrival of molecule on the surface. സർഫസിലേക്ക് വരുന്ന
അറൈവൽ, മോളിക്യൂളുകളുടെ അറൈവൽ, അത് വളരെ ഡിപ്പെൻഡിങ് ആയ ഒരു ഫാക്ടറാണ്. ധാരാളം മോളിക്യൂളുകൾ സർഫസിനകത്തോട്ട് വരും. അപ്പൊ സർഫസിനകത്തോട്ട് വരുന്ന മോളിക്യൂളുകളുടെ അറൈവലിന്റെ റേറ്റ്, എത്രത്തോളം മോളിക്യൂളുകൾ എത്ര വേഗത്തിൽ സർഫസിലേക്ക് അറൈവ് ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ ഇതാണ്, ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻസിഡന്റ് മോളിക്യൂൾ ടു അണ്ടർഗോ അഡ്സോർപ്ഷൻ. റെഡി? എത്രത്തോളം ഇൻസിഡന്റ്, അതായത് വന്നു വീണിട്ടുള്ള മോളിക്യൂളുകളാണ് അഡ്സോർപ്ഷൻ അണ്ടർഗോ ചെയ്തത്. എത്രത്തോളം വന്നു വീണിട്ടുള്ള മോളിക്യൂളുകളാണ് അഡ്സോർപ്ഷൻ അണ്ടർഗോ ചെയ്തത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടറാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് റേറ്റ് ഓഫ് അഡ്സോർപ്ഷനെ ഡിപെൻഡ് ചെയ്യുന്നത്. ഒന്ന് അറൈവൽ ഓഫ് മോളിക്യൂൾസിന്റെ റേറ്റും അതോടൊപ്പം ഇൻസിഡന്റ് മോളിക്യൂളുകൾ അഡ്സോർബ് ചെയ്യുന്നതിന്റെ പ്രൊപ്പോർഷനും. കേട്ടോ? ഇനി അപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, രണ്ട് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി ഇൻ ടേംസ് ഓഫ് തെർമോഡൈനാമിക്കൽ ആസ്പെക്റ്റില് നമ്മൾ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻസിഡന്റ് മോളിക്കുലാർ ഫ്ലക്സ് ആയ എഫും അതിന്റെ സ്റ്റിക്കിംഗ് പ്രോബബിലിറ്റി എസും വെച്ചിട്ടാണ്. തെർമോഡൈനാമിക്കൽ ആസ്പെക്ട് പ്രകാരവും നിങ്ങൾക്ക് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്താക്കാം, എക്സ്പ്രസ് ചെയ്യാം. തെർമോഡൈനാമിക്കൽ ആസ്പെക്ട് പ്രകാരം നമ്മൾ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിന്റെ ഇൻസിഡന്റ് മോളിക്യൂളുകളുടെ ഫ്ലക്സ്, അതാണ് എഫ്, അതിന്റെ സ്റ്റിക്കിംഗ് പ്രോബബിലിറ്റി, അതായത് അഡ്സോർബ് ചെയ്യാൻ, സർഫസിൽ അഡ്സോർബ് ചെയ്യാനുള്ള സ്റ്റിക്കിംഗ് പ്രോബബിലിറ്റി എസും വെച്ചിട്ട് നമുക്ക് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്താക്കാം, എക്സ്പ്രസ് ചെയ്യാം. അക്കോർഡിംഗ് ടു thermodynamical aspect, the rate of adsorption is equal to S into F. Sticking probability into incident flux ആണ് rate of adsorption ആയിട്ട് എന്താവുക വരിക. This is the another thing. Ready? Rate of adsorption കണ്ടുപിടിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ ഇതാണ്, sticking probability into flux, incident flux. കേട്ടോ? അപ്പൊ മൂന്ന് കാര്യങ്ങളായി നമുക്ക് സാധാരണഗതിയിൽ പാർഷ്യൽ പ്രഷറിന്റെ ടേംസിൽ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇസ് ഈക്വൽ ടു kpx. ഇനി അറീനിയസ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് പറഞ്ഞ എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ, ആക്ടിവേഷൻ എനർജിയുള്ള ഇക്വേഷൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഏതൊരു കെമിക്കൽ റിയാക്ഷനും അല്ലെങ്കിൽ ഏതൊന്നിലും ഈ അഡ്സോർപ്ഷന്റെ റേറ്റ് ഗവേൺ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന്, എത്രത്തോളം റേറ്റിലാണ് ഇൻസിഡന്റ് മോളിക്യൂളുകൾ വന്നത് എന്ന്. മറ്റൊന്ന്, ഈ ഇൻസിഡന്റ് മോളിക്യൂളുകൾ വന്നതിന് ശേഷം അവിടെ അഡ്സോർപ്ഷൻ നടന്നതുമായിട്ടുള്ള അതിന്റെ പ്രൊപ്പോർഷനാലിറ്റി. ഇതെല്ലായ്പ്പോഴും റേറ്റ് ഓഫ് അഡ്സോർപ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതിന്റെ ബേസിസിൽ ഇൻസിഡന്റ് മോളിക്യൂളിന്റെ ഫ്ലക്സ് എഫും സ്റ്റിക്കിംഗ് പ്രോബബിലിറ്റി എസും വെച്ച് നമുക്ക് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്താക്കാം, എക്സ്പ്രസ് ചെയ്യാം. അതാണ് സ്റ്റിക്കിംഗ് പ്രോബബിലിറ്റി ഇൻടു ഇൻസിഡന്റ് ഫ്ലക്സ്. റെഡി? ഇനി ഏതൊരു അഡ്സോർപ്ഷൻ പ്രോസസ്സിന്റെയും ഫ്ലക്സ് എഫ്, ഇൻസിഡന്റ് മോളിക്യൂളുകളുടെ ഫ്ലക്സ് എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ഇറ്റ് ഈസ് Hertz-Knudsen equation. Ready? Hertz-Knudsen equation ഉപയോഗിച്ചിട്ടാണ് ഏതൊരു കെമിക്കൽ റിയാക്ഷൻ അകത്തുമുള്ള ഇൻസിഡന്റ് മോളിക്യൂളുകളുടെ ഫ്ലക്സ് എന്താക്കുന്നത് കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഈസ് അണ്ടർഗോയിങ് Hertz-Knudsen equation. കേട്ടോ? ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, F is equal to P by 2 pi mkt all raised to 1 by 2. ഇതാണ് നമ്മുടെ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള Hertz-Knudsen equation, P by 2 pi mkt whole raised to 1 by 2. റെഡി? അതിൽ P എന്ന് പറയുന്നത് ഗ്യാസ് പ്രഷർ ആണ്, M എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിന്റെ മാസ് ആണ്, T എന്ന് പറയുന്നത് എന്താണ്, ടെമ്പറേച്ചർ ആണ്. ഇനി സ്റ്റിക്കിംഗ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു സിസ്റ്റത്തിന്റെയും ഒരു ക്ലിയർ ആയ എന്താ പറയുക, ഒരു എവിഡൻസ് അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയ പ്രോപ്പർട്ടി ആണ് എന്ന് നമുക്ക് പറയാം.
കാരണം ഏതൊരു സിസ്റ്റത്തിനകത്തും എത്രത്തോളം മോളിക്യൂളുകൾ, എത്രത്തോളം പാർട്ടിക്കിളുകൾ അഡ്സോർബ് ചെയ്തു എന്നുള്ളതാണ് സ്റ്റിക്കിംഗ് പ്രോബബിലിറ്റി എന്താക്കുന്നത് സൂചിപ്പിക്കുന്നത്. The sticking probability having a range 0 to 1. സ്റ്റിക്കിംഗ് പ്രോബബിലിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 0 to 1 ആയിട്ടാണ് ഉണ്ടാവുക. റെഡി? അതിന്റെ ബേസിസിൽ സ്റ്റിക്കിംഗ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. This is S is equal to f of theta into exponential minus EA by RT ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? സ്റ്റിക്കിംഗ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താകും സാധിക്കും കേട്ടോ. അപ്പോൾ സ്റ്റിക്കിംഗ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം, അതോടൊപ്പം തന്നെ ഫ്ലക്സും നിങ്ങൾക്ക് എന്താക്കാം കണ്ടുപിടിക്കാം. ആ ഫ്ലക്സിനകത്ത് നമ്മൾ പറയുന്ന തീറ്റ, എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നില്ലേ, ഫംഗ്ഷൻ ഓഫ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് അഡ്സോർബ്ഡ് സ്പീഷീസ് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയയാണ്. എത്രത്തോളം ഏരിയയിലാണ് ആ അഡ്സോർബ്ഡ് സ്പീഷീസ് കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്, അതാണ് ഈ പറയുന്ന എഫ് ഓഫ് തീറ്റ എന്താക്കുന്നത് സൂചിപ്പിക്കുന്നത്. എത്രത്തോളം സർഫസിലായിട്ടാണ് ഈ അഡ്സോർബ്ഡ് സ്പീഷീസ് കവർ ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ എഫ് ഓഫ് തീറ്റ എന്താക്കുന്നത് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ എഫ് അറിയാം, എസ് അറിയാം. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഉള്ള ഇക്വേഷൻ നമുക്ക് എഴുതിക്കൂടെ? റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ വി ക്യാൻ റിട്ടൺ ആസ് എഫ് ഓഫ് തീറ്റ ഇൻടു പി ബൈ റൂട്ട് 2 പൈ എം കെ ടി ഇൻടു എക്സ്പോണൻഷ്യൽ മൈനസ് ഇ എ ബൈ ആർ ടി. ഇതാണ് നമ്മൾ പറയുന്ന റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഫ്ലക്സും സ്റ്റിക്കിംഗ് പ്രോബബിലിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. എഫ് ഓഫ് തീറ്റ ഇൻടു പി ബൈ റൂട്ട് 2 പൈ എം കെ ടി എക്സ്പോണൻഷ്യൽ മൈനസ് ഇ എ ബൈ ആർ ടി. റെഡി? ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സർട്ടൻ നോട്ടുകൾ, ഫീച്ചറുകളാണ്. ഒന്നാമത്തെ ഈ ഒരു റേറ്റ് ഓഫ് അഡ്സോർപ്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒന്നാമത്തെ ഫീച്ചർ ഈ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. The rate of adsorption is expected to be a first order kinetics. Ready? Rate of adsorption എല്ലായ്പ്പോഴും തന്നെ ഒരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിലാണ് നമ്മൾ എന്താക്കുക എടുക്കുക. കാരണം റിഗാർഡഡ് ടു ദി പാർഷ്യൽ പ്രഷർ ഓഫ് ദി മോളിക്യൂൾ. സർഫസിൽ അഡ്സോർബ് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂളിന്റെ പാർഷ്യൽ പ്രഷർ കൺസിഡർ ചെയ്തുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മൾ പറയും ഈ ഒരു ഇക്വേഷൻ പ്രകാരം റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എല്ലായ്പ്പോഴും ഫോളോ ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. റെഡി? ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നത് ഇതാണ്, ദ ആക്ടിവേഷൻ എനർജി. നമ്മുടെ അഡ്സോർബ് ചെയ്യുന്ന മോളിക്യൂളുകളുടെ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സർഫസ് കവറേജ്. ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സർഫസ് കവറേജിനെ എന്താക്കുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം സർഫസ് ആണോ കവർ ചെയ്തിരിക്കുന്നത്, എത്രത്തോളം സർഫസ് കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആക്ടിവേഷൻ എനർജി എന്താക്കുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഫാക്ടർ ഇതാണ്, the sticking probability of the molecule which is directly proportional to the concentration of vacant surface sites. സ്റ്റിക്കിംഗ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സർഫസിലുള്ള വേക്കന്റ് സൈറ്റുകളുടെ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് നമ്മൾ പറയുന്ന ഈ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് റേറ്റ് ഓഫ് അഡ്സോർപ്ഷന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഇതാണ്, എല്ലായ്പ്പോഴും റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി പാർഷ്യൽ പ്രഷർ ഓഫ് ദി gas molecule that can be adsorbed on the surface. രണ്ടാമത്തേത് ഈ പറയുന്ന അഡ്സോർപ്ഷന്റെ സമയത്തുള്ള ആക്ടിവേഷൻ എനർജി ഓഫ് ദി മോളിക്യൂൾ എന്ന് പറയുന്നത് സർഫസ് കവറേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മൂന്നാമത്തെ കാര്യം സ്റ്റിക്കിംഗ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്
എത്ര വേക്കന്റ് സൈറ്റുകൾ ഉണ്ടോ അവയുടെ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റെഡി? ഇത്രയും രൂപത്തിലാണ് നമുക്ക് എന്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റുക? ഈ പറയുന്ന റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് എന്താവുക സാധിക്കുക. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഏതൊരു മോളിക്യൂളും